നമ്മുടെ പ്രയത്നമൊക്കെ പലതും വ്യർത്ഥമായി പോകും. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇരുന്നാൽ മാത്രം മതി. വേണ്ടതെല്ലാം നൽകി പോറ്റി പുലർത്തുവാൻ, നമുക്ക് നന്മകളെ തരുവാൻ, കൈവിടാതെ കാക്കുവാൻ, ആമേൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ആമേൻ നാം തയ്യാറായി കർത്താവിൻ്റെ കരത്തിൽ വീണു കൊടുത്താൽ മതി. കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കും. അവൻ പുതിയ വഴി തുറക്കും. എല്ലാ പാതകളും അടഞ്ഞിരുന്നാലും വല്ലഭൻ പുതുവഴി തുറക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായതെല്ലാം കർത്താവ് സാധ്യമാക്കി തരും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നതെല്ലാം കർത്താവ് ശരിയാക്കി തരും. എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്തത് ഒരു കാര്യവുമില്ല. ഭരണകർത്താക്കൾ പോലും തോറ്റുപോയാലും ദൈവം വിടുവിക്കും. ഒരിക്കൽ നമുക്കറിയാം, ദാനിയേലിനെ സിംഹക്കുഴയിലിടാൻ ആമേൻ സ്തോത്രം കൽപ്പന പുറപ്പെട്ടു. പക്ഷെ രാജാവിൻ്റെ കൽപ്പന മാറ്റാനൊക്കത്തില്ല. വേദപുസ്തകം പഠിച്ചാൽ ഒരു പകൽ മുഴുവനും രാജാവ് ദാനിയേലിനെ രക്ഷിപ്പാൻ ശ്രമിച്ചു. സിംഹഗുഹയിൽ ഇടാതെ രക്ഷിപ്പാൻ ശ്രമിച്ചു. ഒരു രാജ്യത്തിൻ്റെ രാജാവ്, രാജകൽപ്പന ശക്തമായ കൽപ്പനയാണ്. എങ്കിൽ പോലും ബൈബിളിൽ പറയുന്നു, ഒരു പകൽ മുഴുവനും ആമേൻ സിംഹക്കുഴിയിൽ ഇടാതെ രക്ഷിക്കുവാൻ രാജാവ് ശ്രമിച്ചു. പക്ഷെ സാധിച്ചില്ല. ഒരു ദിവസം മുഴുവനും ശ്രമിച്ചു, സാധിച്ചില്ല. പക്ഷെ അവനെ സിംഹക്കുഴിയിൽ ഇടേണ്ടി വന്നു. പക്ഷേ അവൻ ആരുടെ ഭരണത്തിന് കീഴിലുള്ളവൻ? കർത്താവിൻ്റെ ഭരണത്തിന് കീഴിലുള്ളവൻ. ആമേൻ. നീ രക്ഷിക്കാൻ വിചാരിച്ചാൽ സാധിച്ചില്ലെങ്കിലും ഞാൻ രക്ഷിക്കാൻ വിചാരിച്ചാൽ സാധിക്കുമെന്നത് ആ രാജാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ലോകത്തിലെ ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും, ഭരണാധികാരികൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവം നിന്നെ രക്ഷിപ്പാൻ ഏത് സിംഹഗുഹയിലും ഇറങ്ങി വരുവാൻ ശക്തനാണ്. ഏത് ചൂളയിലും ഇറങ്ങി വരുവാൻ ശക്തനാണ്. ഇനി വഴിയില്ല എന്നടഞ്ഞാലും, എല്ലാം അടച്ചു പൂട്ടപ്പെട്ടാലും, ആമേൻ സാത്താൻ നിനക്കുള്ള നന്മയുടെ വഴികളെ എല്ലാം അടച്ചു പൂട്ടി ആമേൻ മുദ്രയിട്ട് വച്ചാലും എൻ്റെ ദൈവം തുറക്കും.